നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത ഗീതാരഹസ്യം 14. ഗീതയിൽ ഭക്തന്മാരെ 4 തരത്തിലാണ് വിഭജിച്ചിരിക്കുന്നത്. ആർത്തൻ അല്ലെങ്കിൽ ദുഃഖിതൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി എന്നിങ്ങനെയുള്ള 4 തരം സുഹൃത്തുക്കളാണ് ഭഗവാനെ ഭജിക്കുന്നത്. ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നത് ഭക്തന്മാരായി തീരുന്നത് ഈ 4 തരക്കാരും സുഹൃത്തുക്കളാണ്. അവർ മുൻ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള സുകൃതത്തിന്റെ ഫലമായി ലഭിച്ചിട്ടുള്ള മർത്യജന്മം സഫലമാകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഭഗവാനിൽ മനസ്സ് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവരെ ഉദ്ധരിച്ച് തൻ്റെ പ്രിയ ഭക്തന്മാരിൽ ഉൾപ്പെടുത്തി മുക്തിപദത്തിലെത്തിക്കുന്നു. ഭഗവാന്റെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് അവർക്ക് ഭക്തി ലഭിക്കുന്നത്. ഭക്തിയാണ് മുക്തിക്ക് കാരണം. ഈശ്വരനിൽ മനം വയ്ക്കാത്തവർക്ക് ഭക്തിയും ലഭിക്കുന്നില്ല, മുക്തിയും ലഭിക്കുന്നില്ല. ഭഗവാന് മറ്റൊരേക്കാളും പ്രിയം ഭക്തനെയാണ്. ഭക്തന്മാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഭഗവാൻ തയ്യാറാണ്. ആർത്തന്മാർ പലതരക്കാരാണ്. ദാരിദ്ര്യ ദുഃഖം കൊണ്ടോ രോഗപീഠ കൊണ്ടോ ശത്രുപീഠ കൊണ്ടോ ഒക്കെ ദുഃഖിക്കുമ്പോൾ അതിൻ്റെ മോചനത്തിനായി ഈശ്വരനെ ശരണം പ്രാപിക്കുന്നവരാണ്. തന്നെ ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുക എന്നത് ഭഗവാന്റെ സ്വഭാവമാണ്. അവരെ രക്ഷിക്കാൻ ഭഗവാൻ ഭക്തരിൽ ഉൾപ്പെടുത്തുന്നു. ജ്ഞാനം ലഭിക്കുന്നതിനുള്ള ജിജ്ഞാസ കൊണ്ട് ഔത്സുക്യം കൊണ്ടും ജ്ഞാനത്തിനായി ചിലർ ഭഗവാനെ ഭജിക്കുന്നു, ശരണം പ്രാപിക്കുന്നു. മറ്റു ചിലർ അർത്ഥം ലഭിക്കുന്നതിനായി അഥവാ ധനസമ്പാദനത്തിനായി ശരണം പ്രാപിക്കുന്നു. ജ്ഞാനം സിദ്ധിച്ച് തത്വമറിഞ്ഞ് ഈശ്വര ഭജനം നടത്തുന്ന ചിലരുണ്ട്. അവർ ജ്ഞാനികളാണ്. ജ്ഞാനത്തിന്റെ ഉറപ്പിനായി തത്വത്തിൽ തന്നെ ഉറച്ചു നിന്ന് ഈശ്വര ശരണത്തിൽ ഇരിക്കുന്നവരാണ് അവർ. ഈ 4 തരക്കാരിൽ ജ്ഞാനിയൊഴിച്ചുള്ളവർ സാമാന്യ ഭക്തരാണ്. അവർക്ക് ഫലാപേക്ഷ ഉള്ളതുകൊണ്ട്, അതായത് ഫലം ആഗ്രഹിച്ച് ഭജിക്കുന്നവരായതുകൊണ്ട് ആർത്തന്മാർ ദുഃഖനിവർത്തി ആഗ്രഹിക്കുന്നു. ജിജ്ഞാസുക്കൾ ജ്ഞാനം കിട്ടാൻ ആഗ്രഹിക്കുന്നു. അർത്ഥാർത്ഥികൾ ധനം കിട്ടാൻ ആഗ്രഹിക്കുന്നു. ഈ 3 കൂട്ടർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ ജ്ഞാനിക്കൊന്നും കിട്ടാനായി ആഗ്രഹിക്കുന്നില്ല. ജ്ഞാനിക്ക് ഫലാപേക്ഷ ഇല്ലാത്തതിനാൽ മനസ്സിൽ ഈശ്വരൻ മാത്രമാണ്, തത്വത്തിൽ മാത്രമാണ് മനസ്സ്. ജ്ഞാനി അതുകൊണ്ട് പുണ്യാത്മാവാണ്. അവന്റെ പുണ്യാതിരേഖത്താൽ ഈശ്വരപ്രാപ്തി ലഭിക്കുന്നു. മറ്റു 3 കൂട്ടരും ഫലാപേക്ഷ വെച്ച് പുലർത്തുന്നതിനാൽ പാപലേശമുണ്ടാകുന്നു. എന്നാലും മുൻ ജന്മങ്ങളിലെ സുകൃതം കൊണ്ട് ലഭിച്ച മനുഷ്യജന്മത്തിൽ ഈശ്വര ശരണത്തിൽ എത്തുന്നതിനാൽ ഭക്തനായി തീരുന്നതിനാൽ ക്രമേണ പാപമുക്തി ലഭിക്കുകയും ഈശ്വരപ്രാപ്തി ലഭിക്കുകയും ചെയ്യുന്നു. അല്പകാലതാമസം ചിലപ്പോൾ സംഭവിക്കാമെന്നേയുള്ളൂ. എന്തായാലും ഭക്തന്മാരെ ഭഗവാൻ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല.